أول ما نستفتح المقال بذكر حمد ربنا تعالى فالحمد لله على ما أنعم حمدا به يجلو عن القلب العمى ثم الصلاة بعد والسلام على نبي دينه الإسلام. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ദുറൂസുൻ ഫിൽ ഫിഖ് എന്ന ഈ സംരംഭത്തിൻ്റെ കീഴിൽ ഇൽമുൽ ഫറായിദ്, ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളെ സംബന്ധിച്ചുള്ള പഠനമാണ് നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇൻ്റെ 11-12 ആയത്തുകളിലും അതേപോലെ 176 ആയത്തുകളിലും ഈ 3 ആയത്തുകളിലായിട്ട് അടിമകളെ പഠിപ്പിക്കുന്ന ഒരു ഇൽമാണ് ഇൽമുൽ ഫറായിദ്. മറ്റുള്ള ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരത്തെ സംബന്ധിച്ചും നോമ്പിനെ സംബന്ധിച്ചും ഹജ്ജിനെ സംബന്ധിച്ചുമൊക്കെ ഖുർആനിൽ ആയത്തുകളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് പൂർണ്ണമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തന്ന ഒരു ഇൽമാണ് ഇൽമുൽ ഫറായിദ്. അഖീമുസ്സലാ എന്ന ആയത്ത് ഖുർആനിലുണ്ട്. ആ നിസ്കാരത്തിൻ്റെ റക്അത്തുകൾ, അതിൻ്റെ കൈഫിയത്ത് ഖുർആനിൽ അല്ലാഹു വിശദീകരിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ അത് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ മനാസിക്കുൽ ഹജ്ജ്, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് ഖുർആനിലായത്താണ്. ഹജ്ജിന് അല്ലാഹു കൽപ്പിച്ചു, പക്ഷേ മനാസിക്കുൽ ഹജ്ജ്, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ സകാത്ത്, നോമ്പ്, ഏതാനും ചുരുങ്ങിയ ചില അമലുകൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ വിശദമായി പഠിപ്പിച്ചെന്നത്. യുദ്ധത്തിൻ്റെ വേളയിലുള്ള ജമാഅത്ത് നമസ്കാരം, അതേപോലുള്ള അമലുകൾ. അതിൽപ്പെട്ടൊരു ഇബാദത്താണ് ഇൽമുൽ ഫറായിദ്. അത് പൂർണ്ണമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇൻ്റെ ഈ 3 ആയത്തുകളിൽ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ ഫുഖഹാക്കൾക്കിടയിലുള്ള ഇഖ്തിലാഫുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ ഇൽമുൽ ഫറായിദ് എന്ന ഈ ഒരു മേഖലയിൽ ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വളരെ ചുരുക്കമാണ്. കൈവിരലിൽ എണ്ണാൻ പറ്റുന്നത്ര ഇഖ്തിലാഫുകളെ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ ഖുർആനിൽ ഈ കാര്യം പഠിപ്പിച്ചത് കൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഈ ഇൽമുൽ ഫറായിദ്, അനന്തരാവകാശ നിയമങ്ങൾ ആ രീതിയിൽ അതിനെ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അടുത്ത തലമുറക്കത് കൈമാറിയിട്ടുണ്ട്. വളരെ പ്രാധാന്യത്തോടെ കണ്ട ഒരു ഇൽമാണ് ഇൽമുൽ ഫറായിദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റവാഹു ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, സഹാബിയിൽ നിന്നും ഇബ്നു മാജ റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്നൽ ഇൽമ സലാസത്തുൻ, ഇൽമ് 3 എണ്ണമാണ്. ഒന്ന് ആയത്തുൻ മുഹ്കമ വമാ സിവാഹ ഫദ്ലുൻ. ഈ 3 ഇൽമൽ, ഈ ഇൽമിനപ്പുറം മറ്റുള്ള ഇൽമുകൾ അത് ഫദ്ലാണ്, അതൊരു അലങ്കാരമാണ്. പ്രധാനപ്പെട്ടും ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട 3 ഇൽമ്, ഒന്ന് ആയത്തുൻ മുഹ്കമായ ആയത്തുകളെ സംബന്ധിച്ചുള്ള ഇൽമ്, 2 സുന്നത്തുൻ ഖായിമ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ചുള്ള ഇൽമ്, 3 ഫരീദത്തുൻ ആദില, മറ്റൊരാൾക്കും അനീതി കാണിക്കാത്ത രീതിയിലുള്ള ഓഹരി വെക്കൽ, അനന്തരാവകാശം ഓഹരി വെക്കൽ. ഈ 3 കാര്യങ്ങളാണ് ഇൽമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം അഹ്മദ് അതുപോലെ തന്നെ തിർമിദി വൽ ഹാക്കിം
ഇവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, عن ابن مسعود رضي الله عنه أن النبي صلى الله عليه وسلم قال تعلموا الفرائض നിങ്ങൾ ഫറായിദ് പഠിക്കുക, അഥവാ അനന്തരാവകാശ നിയമങ്ങൾ പഠിക്കുക. വഅല്ലിമൂഹുന്നാസ് അത് നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുക. കാരണം ഫഇന്നിംറുഉൻ മഖ്ബൂദുൻ ഞാൻ മരണം നിശ്ചയിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, എനിക്ക് മരണമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് മരണമുണ്ട്, സാധാരണ മനുഷ്യർ മരിക്കുന്നത് പോലെ ഞാനും മരിക്കും. എൻ്റെ മരണത്തിന് മുമ്പായിട്ട് നിങ്ങൾ അത് എന്നിൽ നിന്നും പഠിച്ചെടുക്കുക. വഇന്നൽ ഇൽമ യുഖ്ബൽ കാരണം ഇൽമ് അത് അവസാന നാളുകളിൽ എടുക്കപ്പെടും, ഇൽമില്ലാതായിരിക്കും. വതൽഹറുൽ ഫിതൻ അവസാന നാളിൽ ഫിത്നകൾ വ്യാപിക്കും. ഹത്താ യഖ്തലിഫ അൽ ഇസ്നാനി ഫിൽ ഫരീള എത്രത്തോളം എന്ന് വെച്ചാൽ ഇൽമുൽ ഫറായിദിൻ്റെ ഇൽമ് ഈ ഉമ്മത്തിൽ നിന്നും ഇല്ലാതാകുന്ന ഒരവസ്ഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഹത്താ യഖ്തലിഫുൽ ഇസ്നാനി ഫിൽ ഫരീള രണ്ട് പേർ ഒരു അനന്തരാവകാശ നിയമത്തിൻ്റെ ഒരു മസ്അലയിൽ ഇഖ്തിലാഫിലാകും, അഭിപ്രായ വ്യത്യാസത്തിലാകും. ഫലാ യജിദാനി മൻ യഫ്സിലു ബൈനഹുമ അവർക്ക് രണ്ടാൾക്കുമിടയിൽ അതിൻ്റെ നേരായ ആ മസ്അലയുടെ നേരായ ഒരു അഭിപ്രായം പറഞ്ഞ് ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരാളെ കാണാൻ കഴിയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ രീതിയിൽ ഈ ഇൽമ് ഈ ഉമ്മത്തിൽ നിന്നും എടുക്കപ്പെടും, മറപ്പിക്കപ്പെടും. മറ്റു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅല്ലമൂ അൽ ഫറായിള നിങ്ങൾ ഫറായിദ് പഠിക്കുക, ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങൾ നിങ്ങൾ പഠിക്കുക. വഅല്ലിമൂഹുന്നാസ് അത് നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുക. കാരണം ഫഇന്നഹു നിസ്ഫുൽ ഇൽം അത് ഇൽമിൻ്റെ പകുതിയാണ്. പല രീതിയിൽ ഈ ഒരു വാക്കിനെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഫതുഹുൽ ബാരി ഉദ്ധരിച്ചൊരു ഉദ്ധരണി കാണാം, ഫഇന്നഹു യുബ്തലാ ബിഹി കുല്ലുന്നാസ് നിസ്ഫുൽ ഇൽമ് ഇൽമിൻ്റെ നേരെ പകുതി എന്ന് പറയുന്നതിന് കാരണം ഫഇന്നഹു യുബ്തലാ ബിഹി കുല്ലുന്നാസ് എല്ലാ ജനങ്ങളും പരീക്ഷിക്കപ്പെടുന്ന ഒരു മേഖലയാണിത്. എല്ലാവർക്കും വരും, കാരണം എല്ലാവരും മരണപ്പെടും, എല്ലാവരുടെ സ്വത്തുക്കളും ഓഹരി വെക്കപ്പെടും. അപ്പോൾ എല്ലാ ജനങ്ങളും പരീക്ഷിക്കപ്പെടുന്നൊരു മേഖലയാണിത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്ഫുൽ ഇൽമ് എന്ന് പറഞ്ഞത്, ഇൽമിൻ്റെ നേരെ പകുതിയാണ്. ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി നൈൽ ഔതാറിൽ അഹദു ഖിസ്മൈ അൽ ഇൽം ഇൽമുൽ ഫറായിദ് അത് ഇൽമിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ്. ഇൽമുൽ ഫറായിദ് ഖിസ്മുൻ അനന്തരാവകാശ നിയമങ്ങൾ പഠിക്കുക എന്നുള്ളത് അതൊരു ഭാഗമാണ്. വബാഖിൽ ഉലൂമി ഖിസ്മുൻ മറ്റെല്ലാ ഇൽമും മറുഭാഗത്താണ്. അങ്ങനെ രണ്ട് ഖിസ്മുകളാക്കി തിരിച്ചു. അതേപോലെ തന്നെ ഹാഷിത്ത് ഇബ്നു ആബിദീൻ അതിൽ കാണാം, ഫഇന്നഹു യതഅല്ലഖു ബിനിസ്ഫി ഹാലത്തിൻ നാസി ജനങ്ങൾക്ക് രണ്ട് അവസ്ഥകളാണുള്ളത്, ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ, ഒന്ന് മരണം, ഒന്ന് ബഅദൽ മൗത്ത്, ഒന്ന് ഖബലൽ മൗത്ത്. ഇപ്പം ബഅദൽ മൗത്തുമായി ബന്ധപ്പെട്ട ഇൽമാണ് ഇൽമുൽ ഫറായിദ്. അതുകൊണ്ടാണ് ഇതിനെ നിസ്ഫുൽ ഇൽമ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. എന്തായാലും ദീനുൽ ഇസ്ലാമിലെ ഇൽമിൽ അതിൻ്റെ നേരെ പകുതിയാണ്, നിസ്ഫുൽ ഇൽമാണ് ഇൽമുൽ ഫറായിദിൻ്റെ ഇൽം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഹുവ യുൻസാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ യുൻസാ ഈ ഇൽമ് മറപ്പിക്കപ്പെടും. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഇൽമുൽ ഫറായിദിൻ്റെ ഇൽമ് മറപ്പിക്കപ്പെടുന്നത് ജനങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് കുറയും. ഓരോരുത്തരും തൻ്റെ സമ്പത്ത് സ്വയഷ്ടപ്രകാരം വീതിക്കുകയും മക്കൾക്കിടയിൽ വീതിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആരും ഈ ഇൽമ് പഠിക്കുകയുമില്ല, അത് പഠിപ്പിക്കുകയുമില്ല. അങ്ങനെ ഈ ഉമ്മത്തിൽ നിന്നും ഈ ഇൽമ് മറപ്പിക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഹുവ അവ്വലു ശൈഇൻ യുൻസഉ മിൻ ഉമ്മതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അവസാനിപ്പിക്കുന്നത് വഹുവ അവ്വലു ശൈഇൻ യുൻസഉ മിൻ ഉമ്മതി എൻ്റെ സമുദായത്തിൽ നിന്ന്, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്ന ഇൽമ് ഇൽമുൽ ഫറായിദാണ്.
അനന്തരാവകാശ നിയമങ്ങൾ അടങ്ങിയ ഇൽമാണ് എൻ്റെ സമുദായത്തിൽ നിന്നും ആദ്യമായിട്ട് ഉയർത്തപ്പെടുന്നത്. അതിൻ്റെ അസറുകൾ നാം ഇന്ന് കണ്ടു തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകളുടെ അസറുകൾ ഇന്ന് നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ നാം കണ്ടു തുടങ്ങി. ഓരോരുത്തരും തൻ്റെ സമ്പത്ത് സ്വയം ഇഷ്ടപ്രകാരം മരണത്തിന് മുമ്പ് അത് എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ മരണത്തിന് മുമ്പ് അത് മക്കൾക്കിടയിൽ വീതിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആ നിയമപ്രകാരം തൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ അപൂർവമായിട്ടാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. വളരെ സൂക്ഷിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗൗരവത്തിൽ കണ്ട ഒരു ഇൽമിനെ നമ്മുടെ സമുദായത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം വ്യക്തമായി നാം പഠിക്കുക, അത് അറിയാത്തവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമായിട്ട് നാം ഏറ്റെടുക്കണം. ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഓഹരി വെക്കുന്നതിൻ്റെ മുമ്പ് ആ സമ്പത്തിന് ചില ബാധ്യതകളുണ്ട്. 5 കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹം ബാക്കിയാക്കി പോകുന്ന ആ സമ്പത്ത് 5 ഹുഖൂഖുകളാണ് ആ സമ്പത്തിനുള്ളത്. അവസാനമാണ് അത് ഓഹരി വെക്കേണ്ടതായിട്ട് വരുന്നത്. 1 മൂനു തജ്ഹീസ്, ആ മയ്യത്തിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട ചിലവ് അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് എടുക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. മയ്യത്ത് പരിപാലനത്തിൻ്റെ ചിലവ്, ഖബർ കുഴിക്കാനുള്ള ചിലവുണ്ടാവും, കുളിപ്പിക്കാനുള്ളത്, കഫൻ തുണിക്കുള്ള ചിലവ്, അങ്ങനെയുള്ള ചിലവുകൾ ആ മയ്യത്തിൻ്റെ ബാക്കി വെച്ച ആ സമ്പത്തിൽ നിന്നാണ് എടുക്കേണ്ടത്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അദ്ദുയൂനുൽ മുതഅല്ലിഖു ബിത്തരിക, ഇയാൾ വിട്ടേച്ചു പോയ ഈ സമ്പത്തുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കടങ്ങൾ, റഹിന് പോലെ, പണയം വെച്ചതുപോലെ. അഥവാ ഇദ്ദേഹത്തിൻ്റെ വീട്, ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ വീട് പണയത്തിലാണ്, അങ്ങനെയാണെങ്കിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ ആ സമ്പത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട് തിരിച്ചെടുക്കണം. കാരണം അത് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്ക് വീതിച്ചു കൊടുക്കാനുള്ള സമ്പത്താണ് ആ വീട്. അപ്പോൾ ആദ്യം ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കടങ്ങളിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ സമ്പത്തുമായിട്ട് നേരിട്ട് ബന്ധമുള്ള വസ്തുക്കൾ കടം വീട്ടി ആ സാധനങ്ങൾ തിരിച്ചെടുക്കണം. മദ്ഹബിൻ്റെ 4 ഇമാമിങ്ങളിൽ ഇമാം ഷാഫിഈ, അതുപോലെ തന്നെ ഇമാം മാലിക്, അതുപോലെ തന്നെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഈ 3 ആൾക്കാരുടെയും അഭിപ്രായം ആദ്യം വീട്ടേണ്ടത് ഇദ്ദേഹത്തിൻ്റെ കടങ്ങളാണ്. കാരണം ഒരു മുഅ്മിനിന്റെ മയ്യിത്ത് പരിപാലനം എന്നുള്ളത് ഫർദ് കിഫയാണ്, അത് സമുദായത്തിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ സമുദായത്തിൻ്റെ ബാധ്യത ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്നും എടുക്കേണ്ടത് ആദ്യം കടത്തിന് വേണ്ടിയാണെന്നുള്ള അഭിപ്രായമുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു അഭിപ്രായത്തെയാണ് ശരിവെച്ചതും. ആദ്യം എടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള സമ്പത്തുമായി നേരിട്ട് ബന്ധമുള്ള കടം വീട്ടാൻ വേണ്ടിയാണ് ആദ്യം സമ്പത്ത് എടുക്കേണ്ടത്, പിന്നെ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് പരിപാലനത്തിന് വേണ്ടിയിട്ട്. മൂന്നാമതായിട്ട് സാധാരണ നിലയിലുള്ള കടം. ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് കടമുണ്ട്, അദ്ദേഹത്തിൻ്റെ കടം ആദ്യം വീട്ടണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖുൻ ബിദൈനി, ഒരാളുടെ, ഒരു മുഅ്മിനിന്റെ നഫ്സ് അവൻ്റെ കടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഹത്താ യുഖ്ള അൻഹു, ആ കടം വീട്ടുന്നത് വരെ ആ നഫ്സ് സ്വർഗപ്രവേശനത്തിൽ നിന്നും തടയപ്പെടും. വലിയ ഭാരിച്ച കടവുമായിട്ട് ഒരാൾ മരണപ്പെട്ടാൽ ആ കടം വീട്ടുന്നത് വരെ അദ്ദേഹത്തിൻ്റെ നഫ്സ് തടയപ്പെടും, സ്വർഗപ്രവേശനത്തിൽ നിന്നും തടയപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്നും പിന്നെ നാം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ കടം വീട്ടുക എന്നുള്ളതാണ്. കടം 2 രീതിയിലുണ്ട്. 1 അള്ളാഹുമായിട്ടുള്ള കടം, 2 സാധാരണ മനുഷ്യരായിട്ടുള്ള കടം. അള്ളാഹുമായിട്ടുള്ള കടം സകാത്ത്, അതുപോലെ തന്നെ എന്തെങ്കിലും നേർച്ചകളുണ്ടെങ്കിൽ, പ്രായശ്ചിത്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതൊക്കെ അള്ളാഹുമായിട്ടുള്ള കടമാണ്, അത് വീട്ടണം. മനുഷ്യരായിട്ടുള്ള കടം സാധാരണ ഇടപാടുകൾ, എന്തെങ്കിലും വാടക കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ സാധനം വാങ്ങിയതിൻ്റെ പൈസ കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ കടമായിട്ട് പൈസ വാങ്ങിയിട്ടുണ്ട് അത് കൊടുക്കാനുണ്ടാവും. ഈ രീതിയിലുള്ള കടങ്ങൾ ഇതൊക്കെ ആദ്യം വീട്ടണം. അതും കൊടുത്തു കഴിഞ്ഞ് 4മതായിട്ട് അദ്ദേഹം എന്തെങ്കിലും വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയ്യത്ത് നിറവേറ്റണം.
സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്തിന്റെ നിയമങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ അഅതാ കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹു ഫലാ വസിയ്യത ലിവാരിസിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ആർക്കൊക്കെയാണോ കിട്ടേണ്ടത് ആ രീതിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫലാ വസിയ്യത ലിവാരിസിൻ, വാരിസീങ്ങൾക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്യരുത്. അഥവാ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ സമ്പത്ത് ആർക്കൊക്കെയാണോ അനന്തരാവകാശമായിട്ട് ലഭിക്കുന്നത് അവർക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്യരുത്. ആ വസിയ്യത്ത് നടപ്പാക്കപ്പെടുകയില്ല. സഹീഹ് അല്ലാത്ത വസിയ്യത്താണത്. മറ്റു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജൂസുൽ വസിയ്യതു ലിവാരിസിൻ ഇല്ലാ അൻ യശാ അൽ വറസ. ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്ക് എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ തൃപ്തരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാരിസിന്, അനന്തരാവകാശികൾക്ക് അദ്ദേഹത്തിന് വസിയ്യത്ത് ചെയ്യാം എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുണ്ട്. അഥവാ എല്ലാവരും അംഗീകരിക്കണം. അതിലൊരാൾ മാറി നിന്നാൽ വാരിസിനുള്ള വസിയത്ത് സഹിഹാവുകയില്ല. അത് ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹറാമിൻ്റെ ഹുക്മിലേക്ക് എത്തും. അതുകൊണ്ട് അനന്തരാവകാശികൾക്ക് വസിയത്തില്ല. ഇനി വസിയത്ത് ചെയ്യണമെങ്കിൽ എല്ലാ അനന്തരാവകാശികളും എന്ത് ചെയ്യണം? എല്ലാ വാരിസ്യങ്ങളും ഒരേപോലെ തൃപ്തിപ്പെടണം. എന്നാൽ വസിയത്ത് ചെയ്യാം. ഇനി വസിയത്ത് ചെയ്യേണ്ടത് തന്നെ സുലുസുൽ മാലി, സമ്പത്തിൻ്റെ 1/3 അതിൽ കൂടാൻ പാടില്ല. ഏറ്റവും കൂടിയത് സുലുസുൽ മാൽ, സമ്പത്തിൻ്റെ 1/3 ഭാഗമാണ് വസിയത്ത് ചെയ്യേണ്ടത്. അതിൽ കൂടാൻ പാടില്ല. കൂടിയത് 1/3 ഭാഗമായിട്ട് കൂടിയ വസിയത്ത് ഹറാമാണ്. ഇജ്മാഉൽ ഉലമ, എല്ലാ പണ്ഡിതന്മാർക്കും ഇജ്മാ ഉണ്ട്, അതിൽ കൂടിയ വസിയത്ത് ഹറാമാണ്. സഅദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം രോഗശയ്യയിലായി കിടക്കണം, വളരെ പ്രയാസത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയെ കാണാൻ പോയി. സഹാബി പറഞ്ഞു, ബലഗനി മാ തറാ മിനൽ വജഇ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അങ്ങീ കാണുന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ. രോഗശയ്യയിൽ അങ്ങേയറ്റം, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അഫ അതസദ്ദഖു ബിസുലുസി മാലി വലാ യരിസുനി ഇല്ലാ ഇബ്നത്തുൻ ലി വാഹിദ. എനിക്കൊരു മകള് മാത്രമേ ഉള്ളൂ, ആ ഒരു മകള് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ സമ്പത്തിൻ്റെ 2/3 ഭാഗം ഞാൻ സദഖ ചെയ്യട്ടെ എന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലിനോട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. പിന്നെ സഹാബി ചോദിച്ചു, അഫ തസദ്ദഖു ബിശത്രിഹി, എൻ്റെ സമ്പത്തിൻ്റെ നേരെ പകുതി ഞാൻ സദഖ ചെയ്യട്ടെ, കാരണം എനിക്കൊരു മകളെ ബാക്കിയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. പിന്നെ സഹാബി ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, ബിസുലുസി മാലി, എൻ്റെ സമ്പത്തിൻ്റെ 1/3 ഭാഗം കൊണ്ട് ഞാൻ സദഖ ചെയ്യട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്സുലുസ് അസ്സുലുസു കസീർ, അതെന്നെ ധാരാളമാണ്. ഫഇന്നക അൻ തദറ വറസതക ഖൈറുൽ അഗ്നിയ, അതായത് നിന്റെ അനന്തരാവകാശികളെ മറ്റുള്ള ജനങ്ങൾക്ക് മുമ്പിൽ കൈകാണിക്കുന്നവരായി ദരിദ്രരായിട്ട് ഒഴിവാക്കുന്നതിനേക്കാൾ ഖൈറ് സമ്പന്നരായിട്ട് ഒഴിവാക്കുന്നതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അഥവാ മരണപ്പെടുന്ന സമയത്ത് അനന്തരാവകാശികൾക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റിവെക്കുക, ഒക്കെ ഫുള്ള് സദഖ ചെയ്ത് അനന്തരാവകാശികളെ ദരിദ്രന്മാരാക്കി വിടാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിലാണ് ആ സഹാബിക്ക് ഉപദേശം നൽകിയത്. അപ്പം വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടിയത് സുലുസുൽ മാൽ, സമ്പത്തിൻ്റെ 1/3, അതിൽ കൂടുതൽ ഹറാമാണ്. ഈ 4 ഘട്ടം കഴിഞ്ഞ് 5ാമത്തെ ഘട്ടമാണ് അനന്തരാവകാശികൾക്ക് ഓഹരി വെക്കുക എന്നുള്ളത്. 1 മയ്യത്ത് പരിപാലനത്തിൻ്റെ ചിലവ്, 2 സമ്പത്തുമായി നേരിട്ട് ബന്ധമുള്ള കടം, പണയം വെക്കപ്പെട്ട കടം പോലെ, 3 സാധാരണ രീതിയിലുള്ള കടം, 4 വസിയ്യത്ത് നടപ്പാക്കുക, 5 അനന്തരാവകാശികൾക്ക് വീതിച്ച് നൽകുക. ഈ 4 ഘട്ടവും കഴിഞ്ഞ് ആ ബാക്കിയുള്ള സമ്പത്താണ് അനന്തരാവകാശികൾക്ക് ഓഹരി വെച്ച് നൽകേണ്ടത്. ഇനി അതിന് ചില ഷർത്തുകളും റുക്കിനുകളുമുണ്ട്. എല്ലാ ഇബാദത്തുകൾക്കും ഷർത്തുകളും റുക്കിനുകളും ഉള്ളതുപോലെ ഇതിനും ചില റുക്കിനുകളും ഷർത്തുകളുണ്ട്.
ഇതിന് 3 റുക്നുകളാണുള്ളത്. 3 റുക്നുകൾ. ഒന്ന് അൽ മുവരിസ്, ഒരാൾ മരണപ്പെടണം, ആ മരണപ്പെടുന്ന വ്യക്തിയാണ് മുവരിസ്. രണ്ടാമത്തേത് അൽ വാരിസ്, മരണപ്പെട്ട വ്യക്തിയിൽ നിന്നും സമ്പത്ത് അനന്തരമായി എടുക്കുന്നവർ, അൽ വാരിസ്. മൂന്നാമത്തേത് അൽ മൗറൂസ്, അഥവാ അനന്തരമായിട്ട് എടുക്കാനുള്ള സമ്പത്ത്. ഈ 3 കാര്യങ്ങളാണ് ഇതിൻ്റെ റുക്നുകൾ. ഈ 3 കാര്യം വേണം, എന്നാലേ ഈ സംഭവം നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ 3 ഷർത്തുകളുണ്ട്. നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട 3 ഷർത്തുകളാണ്. കാരണം ആ ഷർത്തും സഹിയായാലേ നമ്മുടെ ഈ അനന്തരാവകാശത്തിൻ്റെ ഓഹരി വെക്കൽ സഹിയാവുകയുള്ളൂ. ഒന്നാമത്തെ ഷർത്ത്, മുവരിസിൻ്റെ മരണം സ്ഥിരീകരിക്കണം. അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കണം. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഓഹരി വെക്കാൻ പാടില്ല. നമ്മുടെ നാടുകളിൽ സാധാരണ കാണുന്നൊരു രീതിയുണ്ട്. എന്താ വെച്ചാൽ ഒരാൾ മരിക്കാൻ കിടക്കുകയാണ്, അഥവാ വളരെ വയസ്സായി വൃദ്ധനായി കിടപ്പിലായി. ആ കിടപ്പിലായ സമയത്ത് എന്ത് ചെയ്യും? മക്കള് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മരണത്തിന് ശേഷം ഏത് രീതിയിലാണോ ഓഹരി വെക്കേണ്ടത് ആ രീതിയിൽ ഓഹരി വെച്ചെടുക്കും. തെറ്റാണത്. കാരണം ആ ഷർത്ത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഷർത്തില്ലെങ്കിൽ എന്തില്ല? നിസ്കാരത്തിന് ഷർത്താണ് വുളു. ആ വുളു ഇല്ലെങ്കിൽ എന്തില്ല? നിസ്കാരം സഹിഹല്ല. അതുകൊണ്ട് തന്നെ മുവരിസ് മരണപ്പെടുക എന്നുള്ളത് ഷർത്താണ്, ഒന്നാമത്തെ ഷർത്താണ്. ആ ഷർത്ത് ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഓഹരി വെക്കുക എന്നുള്ളത്, അനന്തരാവകാശ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓഹരി വെക്കുക എന്നുള്ളത് തെറ്റാണ്. കാരണം അനന്തരാവകാശ നിയമത്തിൽ ഓഹരി വെക്കുന്ന സമയത്ത് 2 പെണ്ണിൻ്റെ ഓഹരിയാണ് ഒരാണിന് കിട്ടുക. അപ്പോൾ അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് പരസ്പരം മക്കൾ, ആണും പെണ്ണുമായ മക്കൾ ഓഹരി വെക്കുന്ന സമയത്ത് ആണിനധികവും പെണ്ണിന് കുറച്ചാ കിട്ടുക. ആ നിയമം ഇസ്ലാമിലില്ല. കാരണം അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല. ഇത് വറസത്തല്ല. ഇത് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ആ സമയത്ത് മരിക്കുന്നതിന് മുമ്പ് ഓഹരി വെക്കുന്നുണ്ടെങ്കിൽ മക്കൾക്കിടയിൽ തുല്യമായിട്ട് ഓഹരി വെക്കണം. കാരണം നീതി പാലിക്കണം. മക്കളൊക്കെ അവിടെ തുല്യരാണ്. മരണപ്പെടുന്നതിൻ്റെ മുമ്പ് സമ്പത്ത് ഓഹരി വെക്കുന്നുണ്ടെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ മക്കളൊക്കെയും തുല്യരാണ്, ഒരേപോലെ ഓഹരി വെക്കണം. അവിടെ പിന്നെ ആണിന് അധികം പെണ്ണിന് കുറവ് എന്ന രീതി എടുക്കാൻ പറ്റില്ല. കാരണം ഷർത്ത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അത് പ്രത്യേകം നമ്മുടെ നാടുകൾ സാധാരണ നടക്കുന്ന ഒരു രീതിയാണത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ ഷർത്ത് മുവരിസിന്റെ മരണം സ്ഥിരീകരിക്കുക. രണ്ടാമത്തെ ഷർത്ത്, മുവരിസ് മരണപ്പെടുന്ന സമയത്ത്, മുവരിസിന്റെ മരണം സംഭവിക്കുന്ന സമയത്ത് വാരിസ് ജീവിച്ചിരിക്കുക. അഥവാ ഒരാൾ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനന്തരമെടുക്കുന്നവൻ 1 സെക്കൻഡെങ്കിലും ജീവിച്ചിരിക്കണം. രണ്ടാമത്തെ ഷർത്താണ്. മുവരിസ് മരണപ്പെടുന്ന സമയത്ത് വാരിസ് ജീവിച്ചിരിക്കുക. വലൗ ലഹ്ള, 1 സെക്കൻഡെങ്കിലും ജീവിച്ചിരിക്കണം. അത് ഷർത്താണ്. ഈ ഷർത്തും നാം വളരെ ഗൗരവത്തോടെ കാണണം. കാരണം നമ്മുടെ നാടുകളിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ആള് മരണപ്പെട്ടു, അദ്ദേഹത്തിന് 4 മക്കൾ, ഉദാഹരണത്തിന് 4 മക്കളുണ്ട്. ഈ 4 മക്കളിൽ ഒരാള് ഇദ്ദേഹത്തിന് മുമ്പേ മരണപ്പെട്ടിട്ടുണ്ട്. ഈ 4 മക്കൾക്കും മക്കളുണ്ട്, പേരക്കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഇദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ മക്കള് മുമ്പേ മരണപ്പെട്ട മകൻ്റെയും ഓഹരി വെക്കും, 4 ഓഹരി വെക്കും. എന്നിട്ട് മറ്റുള്ള 3 മക്കള് അവരുടെ ഓഹരി എടുക്കും. ആ നേരത്തെ മരണപ്പെട്ട മകൻ്റെ ഓഹരി ആ മകൻ്റെ മക്കൾക്ക് ലഭിക്കും. തെറ്റാണത്. കാരണം ഷർത്ത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ആ മുവരിസ് മരണപ്പെടുന്ന സമയത്ത് ഈ വാരിസ് ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തില്ല? അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ ഓഹരി ഇല്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഓഹരി വെക്കുമ്പോൾ എന്ത് ചെയ്യും? വലിയ അനീതി വരും. അതവിടെ തലമുറകൾ കഴിഞ്ഞ് വലിയ ഒരു കുടുംബ പ്രശ്നങ്ങൾക്കത് കാരണമാകും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം.
ജനങ്ങളിങ്ങനെ പരസ്പരം സമ്പത്ത് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും നമ്മെ സമീപിക്കും. അതൊന്നും ശരിയല്ല. കാരണം ഈ ഷർത്ത് അവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. മുവരിസ് മരണപ്പെടുന്ന സമയത്ത് വാരിസ് അവിടെ ജീവിച്ചിരിക്കണം. അത് നിബന്ധന, അത് ഷർത്താണ്, രണ്ടാമത്തെ ഷർത്താണ്. മൂന്നാമത്തേത്, ഈ സമ്പത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ഇൽമുൽ ഫറായിദിൻ്റെ ഇൽമ് അറിവുണ്ടായിരിക്കണം. അത് ആർക്കൊക്കെ എങ്ങനെ ലഭിക്കണം, ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത്, ഈ മക്കളുണ്ടായാൽ ആർക്കൊക്കെ ലഭിക്കൂല, അതൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അല്ലാതെ തോന്നിയ പോലെ മക്കൾക്ക് മാത്രം മോഹരിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മുടെ നാട്ടു നടപ്പ്, ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾക്കുള്ളതാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ഉള്ളത്. സാധാരണ രീതിയിൽ ചോദ്യങ്ങൾ വരുന്നതും ആ രീതിയിലാണ്. ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് 2 മക്കളുണ്ട്, എങ്ങനെ ഓഹരി വെക്കേണ്ടത്? അവിടെ ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ മക്കൾ ജീവിച്ചിരിക്കെ മരണപ്പെട്ട വ്യക്തിയുടെ ഭർത്താവാണെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഓഹരിയുണ്ട്. അതുപോലെ തന്നെ മക്കൾ ജീവിച്ചിരിക്കെ മരണപ്പെട്ട വ്യക്തിയുടെ ഉപ്പാക്ക് ഓഹരിയുണ്ട്, ഉമ്മാക്ക് ഓഹരിയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജദ്ദിന് ഉപ്പപ്പാക്ക് ഓഹരിയുണ്ട്, ഉമ്മാമാക്ക് ഓഹരിയുണ്ട്. അതൊന്നും നമ്മുടെ മനസ്സുകളില്ല. കാരണം ചോദിക്കുന്നവർ ചോദിക്കുന്നത് ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ 2 മക്കളുണ്ടെന്നുള്ളതാണ്. മറ്റാരും ജീവിച്ചിരിപ്പുണ്ടെന്ന് ശ്രദ്ധിക്കൂല, നോക്കൂല. കാരണം നമ്മുടെ മനസ്സിലുള്ളത് സാധാരണ ഓഹരി കിട്ടേണ്ടത് മക്കൾക്ക് മാത്രമാണെന്നുള്ളതാണ്. അതുകൊണ്ട് ആർക്കൊക്കെ കൊടുക്കണം, ഏത് രീതിയിൽ കൊടുക്കണം എന്നുള്ള വ്യക്തമായ ഇൽമുണ്ടാകണം, കാഴ്ചപ്പാടുണ്ടാകണം. അത് മൂന്നാമത്തെ ഷർത്താണ്. ഒരാളുടെ സമ്പത്ത് ഓഹരി വെക്കുമ്പോൾ ഇത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ഏത് രീതിയിലൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഇൽമ് മൂന്നാമത്തെ ഷർത്താണ്. ഈ 3 ഷർത്തുകൾ പാലിക്കപ്പെടുമ്പോഴാണ് സഹീഹായ രീതിയിൽ സമ്പത്ത് ഓഹരി വെക്കപ്പെടുന്നത്. അതുകൊണ്ട് 3 റുക്നുകളും പറഞ്ഞു, 3 ഷർത്തുകളും പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഓരോ ആഴ്ചകളിലും ഈ ഇൽമുൽ ഫറായിദിൻ്റെ ഓരോ ഇൽമ് അല്പാൽപമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കാം. അതിനുവേണ്ടി നാം ഒരു കിതാബ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇമാം അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ അലി ബിൻ മുഹമ്മദ് അൽ ഹുസൈൻ അർ റഹബി അഷാഫിഈ എന്നവരുടെ ഹിജറ 497 ജനിക്കുകയും 577 മരണപ്പെടുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ അർ റഹബിയ എന്ന ഗ്രന്ഥമാണ്, എന്നൊരു ബൈത്തുകളുടെ 176 ബൈത്തുകളുടെ ഒരു ബൈത്താണ് നാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹം അതിൽ ഷാഫിഈ മദ്ഹബുകാരനാണ്. ബുഗിയത്തുൽ ബാഹിസ് ഫി തഹ്ഖീഖി ഇർസിൽ മവാരിസ് എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥ പേര്. അർ റഹബിയ എന്നാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടത്, മത്തുന്നുർ റഹബിയ. ഇൻഷാ അല്ലാഹ് ആ ഒരു പദ്യം ചെറിയൊരു വിശദീകരണത്തോടു കൂടി എന്ത് ചെയ്യാം, ഇനിയുള്ള ആഴ്ചകളിൽ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ് ഓരോ കാര്യങ്ങൾ. അതായത് തുടക്കം തന്നെ ആർക്കൊക്കെയാണ് അനന്തരം ലഭിക്കുന്നത്, ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അനന്തരമായിട്ട് എടുക്കുന്നത് ആരൊക്കെയാണ്, ആണുങ്ങളിൽ നിന്ന്, പെണ്ണുങ്ങളിൽ നിന്ന്, പിന്നെ എത്രയാണ് ഓഹരികൾ, പക്ഷെ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ ഇസ്ലാമിൻ്റെ ഇൽമുകൾ യഥാവിധം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أول ما نستفتح المقال بذكر حمد ربنا تعالى فالحمد لله على ما أنعم حمدا به يجلو عن القلب العمى ثم الصلاة بعد والسلام على نبي دينه الإسلام